എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശമേത്? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശമേതാണ്? ഓപ്ഷൻ എ ഇടനാട്. ഇടനാടാണ് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം. 1912 ജനഗണമന ഏത് ശീർഷകത്തിലാണ് തത്വബോധിനിയിൽ പ്രസിദ്ധീകരിച്ചത്? 1912 ജനഗണമന എന്ത് ശീർഷകത്തിലാണ് തത്വബോധിനിയിൽ പ്രസിദ്ധീകരിച്ചത്? ഓപ്ഷൻ ബി ഭാരത് വിധാത. ഭാരത് വിധാത എന്ന ശീർഷകത്തിലാണ് ജനഗണമന 1912 തത്വബോധിനിയിൽ പ്രസിദ്ധീകരിച്ചത്. മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ സാധാരണ കാണപ്പെടുന്ന മണ്ണിനം. മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ സാധാരണ കാണപ്പെടുന്ന മണ്ണിനം. ഓപ്ഷൻ എ ലാറ്ററൈറ്റ്. ലാറ്ററൈറ്റ് മണ്ണിനമാണ് മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ സാധാരണ കാണപ്പെടുന്ന മണ്ണിനം. 2022 ജൂലൈയിൽ PSLV-C 53 വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളിൽ ഉൾപ്പെടാത്തതേത്? 2022 ജൂലൈയിൽ PSLV-C 53 വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ടെലിസാറ്റ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ തൻ്റെ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ തൻ്റെ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഓപ്ഷൻ സി ഗവർണർക്ക്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ തൻ്റെ രാജി സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ എത്ര കിലോഗ്രാം ഭാരം ഉയർത്തിയാണ് മീരാബായ് ചാനു വെള്ളി മെഡൽ നേടിയത്? ടോക്കിയോ ഒളിമ്പിക്സിൽ എത്ര കിലോഗ്രാം ഭാരം ഉയർത്തിയാണ് മീരാബായ് ചാനു വെള്ളി മെഡൽ നേടിയത്? ഓപ്ഷൻ എ 202. ടോക്കിയോ ഒളിമ്പിക്സിൽ 202 കിലോഗ്രാം ഭാരം ഉയർത്തിയാണ് മീരാബായ് ചാനു വെള്ളി മെഡൽ നേടിയത്. താഴെ കൊടുത്തതിൽ ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? താഴെ കൊടുത്തതിൽ ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തന്നിരിക്കുന്നതെല്ലാം തന്നെ ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഇവയെല്ലാം തന്നെ ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. സൈബർ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? സൈബർ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? ഓപ്ഷൻ ഡി അവശിഷ്ട അധികാരങ്ങളിൽ. സൈബർ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവശിഷ്ട അധികാരങ്ങളിലാണ്. 65 വയസ്സിന് മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി. 65 വയസ്സിന് മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഓപ്ഷൻ സി വയോമിത്രം. വയോമിത്രമാണ് 65 വയസ്സിന് മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഇന്ത്യയുടെ തദ്ദേശീയമായ COVID-19 വാക്സിൻ ഏത്? ഇന്ത്യയുടെ തദ്ദേശീയമായ COVID-19 വാക്സിൻ ഏത്? ഓപ്ഷൻ സി കോവാക്സിൻ. കോവാക്സിനാണ് ഇന്ത്യയുടെ തദ്ദേശീയമായ COVID-19 വാക്സിൻ. വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുത്തവരിൽ പ്രധാനി. വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുത്തവരിൽ പ്രധാനി. ഓപ്ഷൻ എ EV രാമസ്വാമി നായ്ക്കർ. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ ജില്ല. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ ജില്ല. ഓപ്ഷൻ സി തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ ജില്ല.
ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിന്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്ഥാപനം. ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിന്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്ഥാപനം. ഓപ്ഷൻ സി GV രാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരം. GV രാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരമാണ് ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിന്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്ഥാപനം. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളയല്ലാത്തത്. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള അല്ലാത്തത്. ഓപ്ഷൻ ഡി ബാർലി. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലികാവകാശങ്ങൾ പറയുന്ന വകുപ്പുകൾ. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലികാവകാശങ്ങൾ പറയുന്ന വകുപ്പുകൾ. ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ. ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലികാവകാശങ്ങൾ പരാമർശിക്കുന്ന വകുപ്പുകൾ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല. ഓപ്ഷൻ സി മലനാട്. മലനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം. ഓപ്ഷൻ ബി മിതവാദി. മിതവാദി എന്ന മലയാള പത്രമാണ് 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം. ഓപ്ഷൻ സി 1984. 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. കർഷക ദിനമായി ആഘോഷിക്കുന്നത്. കർഷക ദിനമായി ആഘോഷിക്കുന്നത്. ഓപ്ഷൻ എ ചിങ്ങം 1. ചിങ്ങം 1 കർഷക ദിനമായി ആഘോഷിക്കുന്നത്. രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന രോഗാവസ്ഥയാണ്. രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന രോഗാവസ്ഥ. ഓപ്ഷൻ എ ത്രോംബോസിസ്. ത്രോംബോസിസ് ആണ് രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന രോഗാവസ്ഥ. ആന്റിബോഡികളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്നത് എന്താണ്? ആന്റിബോഡികളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്നത് എന്താണ്? ഓപ്ഷൻ സി ആന്റിജനുകൾ. ആന്റിജനുകളാണ് ആന്റിബോഡികളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്നത്. നെഞ്ചിനെ വയറിൽ നിന്ന് വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭാഗം അറിയപ്പെടുന്നത്. നെഞ്ചിനെ വയറിൽ നിന്ന് വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭാഗം അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ഡയഫ്രം. ഡയഫ്രം എന്നാണ് നെഞ്ചിനെ വയറിൽ നിന്ന് വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭാഗം അറിയപ്പെടുന്നത്. സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര്? സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? ഓപ്ഷൻ എ PC മഹലനോബിസ്. PC മഹലനോബിസ് ആണ് സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ചുവടെ തന്നിരിക്കുന്നവയിൽ ടൈറ്റാനിയത്തിൻ്റെ അയിരേത്? ചുവടെ തന്നിരിക്കുന്നവയിൽ ടൈറ്റാനിയത്തിൻ്റെ അയിര് ഏതാണ്? ഓപ്ഷൻ എ റൂട്ടൈൽ. റൂട്ടൈലാണ് ചുവടെ തന്നിരിക്കുന്നവയിൽ ടൈറ്റാനിയത്തിൻ്റെ അയിര്. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രസ്ഥാനം എന്നറിയപ്പെട്ടത്. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രസ്ഥാനം എന്നറിയപ്പെട്ടത്. ഓപ്ഷൻ ബി ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനമാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രസ്ഥാനം എന്നറിയപ്പെട്ടത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്കൃഷ്ട ലോഹങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്കൃഷ്ട ലോഹങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ചെമ്പ്. ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്?
ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? ഓപ്ഷൻ സി 230. ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് 230 ആണ്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ഗുജറാത്ത്. ഗുജറാത്താണ് ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ത്രിപുര. ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബോറട്ടറി ത്രിപുരയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഭരത് അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നടൻ ആരാണ്? ഭരത് അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നടൻ ആരാണ്? ഓപ്ഷൻ ഡി പി.ജെ. ആന്റണി. പി.ജെ. ആന്റണിയാണ് ഭരത് അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നടൻ. തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമേത്? തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ബി ഗോയിറ്റർ. ഗോയിറ്റർ ആണ് തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗം. കേരള സർക്കാർ നടപ്പിലാക്കിയ സുകൃതം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കേരള സർക്കാർ നടപ്പിലാക്കിയ സുകൃതം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി ക്യാൻസർ. ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവ്. ഓപ്ഷൻ എ അലക്സാണ്ടർ കണ്ണിങ്ഹാം. അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ് ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവ്. കേരളത്തിലെ ദേശീയ ജലപാത താഴെ പറയുന്നവയിൽ ഏതാണ്? കേരളത്തിലെ ദേശീയ ജലപാത താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി കൊല്ലം കോട്ടപ്പുറം. അംബേദ്കറുടെ സമാധിസ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? അംബേദ്കറുടെ സമാധിസ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ഡി ചൈത്രഭൂമി. ചൈത്രഭൂമിയാണ് അംബേദ്കറുടെ സമാധിസ്ഥലം. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. ഓപ്ഷൻ എ 2005. 2005 ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയത്. മുഖം നോക്കുന്നതിന് ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? മുഖം നോക്കുന്നതിന് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഓപ്ഷൻ സി സമതല ദർപ്പണം. സമതല ദർപ്പണമാണ് മുഖം നോക്കുന്നതിന് ഉപയോഗിക്കുന്ന ദർപ്പണം. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം. ഓപ്ഷൻ എ അറ്റോമിക് നമ്പർ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത ആര്? ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത ആരാണ്? ഓപ്ഷൻ ഡി പ്രതിഭ പാട്ടീൽ. പ്രതിഭ പാട്ടീലാണ് ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത. നാഥുല ചുരം ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? നാഥുല ചുരം ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ എ സിക്കിം ടിബറ്റ്. നാഥുല ചുരം സിക്കിം ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ്? ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ സി ആർ കെ ലക്ഷ്മൺ. ആർ കെ ലക്ഷ്മണിൻ്റെ ആത്മകഥയുടെ പേരാണ് ടണൽ ഓഫ് ടൈം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്.
ഓപ്ഷൻ സി 1956. 1956 ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹം. സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹം. ഓപ്ഷൻ ബി ഭൂമി. ഭൂമിയാണ് സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹം. കാലിയം എന്നത് ഏത് മൂലകത്തിൻ്റെ ലാറ്റിൻ നാമമാണ്? കാലിയം എന്നത് ഏത് മൂലകത്തിൻ്റെ ലാറ്റിൻ നാമമാണ്? ഓപ്ഷൻ എ പൊട്ടാസ്യം. കാലിയം എന്നത് പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നാമമാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? ഓപ്ഷൻ എ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത്. കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം. കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം. ഓപ്ഷൻ സി ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം. ചുവടെ പറയുന്ന നദികൾ അവയുടെ അപരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ബംഗാളിൻ്റെ ദുഃഖം, ബീഹാറിൻ്റെ ദുഃഖം, ഒഡീഷയുടെ ദുഃഖം, അസമിൻ്റെ ദുഃഖം. ദാമോദർ, കോസി, മഹാനദി, ബ്രഹ്മപുത്ര. ചുവടെ തന്നിരിക്കുന്ന നദികൾ അവയുടെ അപരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. A1 ബംഗാളിൻ്റെ ദുഃഖം, ദാമോദർ. B2 ബീഹാറിൻ്റെ ദുഃഖം, കോസി. C3 ഒഡീഷയുടെ ദുഃഖം, മഹാനദി. അസമിൻ്റെ ദുഃഖം, ബ്രഹ്മപുത്ര. പഴശ്ശി വിപ്ലവത്തെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? പഴശ്ശി വിപ്ലവത്തെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. 1, 2, 3 എന്നിവ. പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആയിരുന്നു തോമസ് ഹാർവേ ബാബർ. പഴശ്ശി രാജാവിൻ്റെ സർവ്വസൈന്യാധിപനായിരുന്നു കൈത്തേരി അമ്പു. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിൽ ആണ്. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും പഴശ്ശി വിപ്ലവത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ്. ചുവടെ പറയുന്ന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ: കേരഫെഡ്, മാർക്കറ്റ് ഫെഡ്, ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്, പുൽത്തൈല ഗവേഷണ കേന്ദ്രം. അവയുടെ ആസ്ഥാനങ്ങൾ ഗാന്ധിനഗർ, കൊച്ചി, തിരുവനന്തപുരം, ഓടക്കാലി, കോട്ടയം. ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. A2 കേരഫെഡ് തിരുവനന്തപുരം, B1 മാർക്കറ്റ് ഫെഡ് ഗാന്ധിനഗർ, കൊച്ചി, C4 ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്, കോട്ടയം, D3 പുൽത്തൈല ഗവേഷണ കേന്ദ്രം, ഓടക്കാലി. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് ഊഷ്മാവ്. മാസ് കൂടുതലുള്ള വസ്തുക്കൾക്ക് ജഡത്വം കൂടുതലായിരിക്കും. പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 മാത്രമാണ് ശരിയായ പ്രസ്താവന. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.